വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. എക്സെപ്ഷനൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഇനി നമുക്ക് പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിക്രിപ്റ്റ് JS എന്ന് പറഞ്ഞൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതൊരു ടാബിൽ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യണേ npmi bcrypt JS. അപ്പോൾ പാക്കേജ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് റിക്കവർ ചെയ്യാം. റിക്കവർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം, ഏത് വേരിയബിളിലേക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ bcrypt എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് റിക്കവർ ചെയ്യണം. അപ്പോൾ അത് തേർഡ് പാർട്ടി പാക്കേജ് ആയതുകൊണ്ട് ഫസ്റ്റ് നമുക്കത് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, bcrypt ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാസ്വേഡ് ഹാഷ് ചെയ്യണം. പാസ്വേഡ് സേവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹാഷ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഒരു വേരിയബിൾ ഉണ്ടാക്കുക, കോൺസ്റ്റ് ഹാഷ്ഡ് പാസ്വേഡ് ഈക്വൽ ടു await bcrypt ഡോട്ട് ഹാഷ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പാസ്വേഡ് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്ട്രെങ്ത് 10 എന്നുള്ളത് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന സോൾട്ട് ലെങ്ത് ഒന്ന് പാസ്വേഡ് പിന്നെ സോൾട്ട് ലെങ്ത് എന്ന് പറയും. അപ്പോൾ അത് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഹാഷ് ചെയ്തിട്ട് ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അവൈറ്റ് കൊടുത്തുകൊണ്ട്, അതായത് ഇതൊക്കെ പ്രോസസ്സ് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ടൈം എന്ന് പറയുമ്പോൾ മില്ലി സെക്കൻഡ്സ് ആയിരിക്കും, എന്നാലും പെട്ടെന്ന് നമ്മൾ വിളിച്ച ഉടനെ തന്നെ കിട്ടുന്നതല്ല, അത് ചെയ്ത് തിരിച്ചു വരണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അവൈറ്റ്. അതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒരു പ്രോമിസ് ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ പ്രോമിസ്ഡ് വേരിയബിൾ ആണ്. അപ്പോൾ അവൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോമിസ്ഡ് വേരിയബിൾ അതിൻ്റെ ഡാറ്റ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. എന്നിട്ട് ആ ഹാഷ്ഡ് പാസ്വേഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ നമുക്ക് നമ്മൾ പേജ് റെൻഡർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ട്രാക്കർ ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ടൈറ്റിൽ കാണിച്ചിട്ടുള്ളത്. ലോഗിനിൽ പോയി കഴിഞ്ഞാലും ഒരേ ടൈറ്റിലാണ്. നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ടൈറ്റിലും കൂടെ ഡൈനാമിക് ആക്കണം എന്ന് വിചാരിക്കാം. അതായത് നമുക്ക് ടൈറ്റിൽ സെറ്റ് ചെയ്യണം ഓരോ പേജിന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതും കോഡിൽ പാസ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ലേ ഔട്ടിലാണ് നമ്മൾ ടൈറ്റിൽ ഉണ്ടാവുക അല്ലേ, അതായത് ഹെഡിങ്ങിൻ്റെ ഉള്ളിലല്ലേ ടൈറ്റിൽ ഉണ്ടാവുക, എക്സ്പെൻസ് ട്രാക്കർ ആപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈറ്റിൽ ഒരു വേരിയബിൾ നോക്കാം. ഓക്കെ, വേരിയബിൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഗിൽ ഉപയോഗിക്കുന്നതാണ് ഹാഷ് ഇടുക, എന്നിട്ട് കേളി ബ്രേസ് ഇടുക, കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നുണ്ട്, അതിൽ ആ വേരിയബിൾ അതാണ് വേരിയബിൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിൻടാക്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ സ്ഥലത്തു നിന്നും നമ്മൾ പാസ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് അത് നമ്മൾ ഓരോ കൺട്രോളർ നോക്കാം. ഓത് കൺട്രോളറിന് രജിസ്ട്രേഷൻ, ഇവിടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ റെൻഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ടൈറ്റിൽ സെറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ അവിടെ നിന്ന് സെറ്റ് ചെയ്തു. ഇനി ലോഗിൻ റെൻഡർ ചെയ്യുമ്പോൾ എറർ സെറ്റ് ചെയ്യുന്നുണ്ട്, നള്ളായിട്ട് നെറ്റ് ലോഗിൻ ഫോം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ടൈറ്റിൽ കൂടെ സെറ്റ് ചെയ്യണം, ലോഗിൻ. പിന്നെ സബ്മിറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ റീഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു നമ്മൾ റൗട്ടിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പഗ് റെൻഡർ ചെയ്യുന്നില്ല. ഇനി ഡാഷ്ബോർഡ് കൺട്രോളർ നോക്കാം. 2 ഡാഷ്ബോർഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഡാഷ്ബോർഡ് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ലോഗിനിൽ വന്നപ്പോൾ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ കണ്ടു. രജിസ്ട്രേഷൻ ആകുമ്പോൾ രജിസ്ട്രേഷൻ, ഡാഷ്ബോർഡിലാകുമ്പോൾ ഡാഷ്ബോർഡ്. എക്സ്പെൻസസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് ഒരു വേരിയബിൾ കൂടെ ടൈറ്റിലിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ രജിസ്ട്രേഷനിൽ നമ്മളെ പാസ്വേഡ് എൻക്രിപ്റ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഫുൾ നെയിമിൽ വന്നിട്ട് നെയിം കൊടുക്കുകയാണ്, ഇമെയിൽ റാൻഡം ഇമെയിൽ, പാസ്വേഡ് ടെസ്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്തു. MongoDBയിൽ കയറി നോക്കാം, നമ്മൾ ലാസ്റ്റ് ചെയ്തതിൻ്റെ ഉണ്ടാവും.
പാസ്വേഡ് അതിൻ്റെ മുമ്പുള്ളതൊക്കെ നമ്മൾ കൊടുത്ത പാസ്വേഡ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ പാസ്വേഡ് എൻക്രിപ്റ്റഡ് ആണ്, എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബിക്രിപ്റ്റ് JS ഉപയോഗിച്ച് പാസ്വേഡ് നമ്മൾ ഹാഷ് ചെയ്തു അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്തു.